Namaste to all and welcome back to Isha Spicy Tasty World. ഇന്ന് നമ്മുടെ കിച്ചണിൽ ബാക്കി വന്ന ചോറും കൊണ്ട് അടിപൊളി ഒരു ചിപ്സ് അല്ല ലേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ചോറുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാക്കി കളയൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു അടിപൊളി സംഭവം തയ്യാറാക്കാനായിട്ട് ഞാൻ തലേദിവസത്തെ ബാക്കി വന്ന ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഒന്ന് മിക്സിയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അരയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. സോ നമുക്ക് ആദ്യം പകുതി നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരയാനുള്ള പാകത്തിനുള്ള ഒരു 1/4 ഗ്ലാസോളം മാത്രം നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അധികം ലൂസ് ആവാണ്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു മിശ്രിതം നമുക്ക് ഒരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. അത് നോക്കിക്കോളൂ, ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ. ഇനി ബാക്കിയുള്ള റൈസ്, അതായത് നമ്മുടെ ചോറും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള റൈസും കൂടെ നമ്മൾ അരച്ചിട്ട് നമ്മൾ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മുടെ ഈ ഒരു മിശ്രിതം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക, 3 ഭാഗമായിട്ട് നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. നമ്മൾ ഇച്ചിരി കളർഫുൾ ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 3 ഭാഗമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. 3 ഭാഗമായിട്ട് ഈക്വലി ഞാൻ ഡിവൈഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യാം. ഞാൻ ഒരു ഭാഗത്തിലോട്ട് ഒരു ബൗളിലോട്ട് ഞാൻ ഇച്ചിരി ഒരു പിഞ്ച് നമ്മുടെ ഓറഞ്ച് കളർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കളർ നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ സെയിം രീതിയിൽ ഞാൻ ബാക്കിയുള്ള 2 ബൗളിലോട്ടും കളർ ചേർത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ റെഡും മറ്റേതിൽ ഞാൻ ഗ്രീനാണ് ചേർത്തിരിക്കുന്നത്. അതിലും 1 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോ ജീരകം കൂടെ 3 എണ്ണത്തിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ 3 ബൗളിലോട്ടും ചേർത്ത് കൊടുക്കാം. ഈ വക എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഈ 3 ഭാഗത്തിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് 3 ബൗളിലോട്ടൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഇവ എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ വകയെല്ലാം മിക്സ് ചെയ്ത ശേഷം ഞാനൊരു ഗ്ലാസ്സിലോട്ട് പൈപ്പിംഗ് പാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പാലിൻ്റെ പാക്കറ്റ് ആണെങ്കിലും എടുത്താൽ മതി. ഞാനിവിടെ പൈപ്പിംഗ് പാക്ക് ഉള്ളതുകൊണ്ട് അത് ഞാൻ ഗ്ലാസ്സിലോട്ട് ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഞാൻ ഫസ്റ്റ് ഒരു കളർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരുമിച്ചൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ടിപ്പ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് പോളിത്തീൻ പോലത്തെ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം. വിരിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഡ്രോപ്പായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഡ്രോപ്പ് ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെറിയ ഡ്രോപ്പായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കൈ വിരലും കൊണ്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് പരത്തി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. 3 കളേഴ്സും നമുക്ക് ഗ്രീനും ഓറഞ്ചും ആ റെഡും കൂടെ ഇതുപോലെ തന്നെ സെയിം രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, ഞാൻ ബാക്കി എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൺ ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ദിവസം നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നിടം വരെ, നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടുന്നിടം വരെ നമുക്കൊന്ന് ഒരു 2 to 3 days നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ആ ഒരു ചിപ്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഞാനിവിടെ റിമൂവ് ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക് റാപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇതുപോലെ പ്ലേറ്റിലോട്ട് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് ആക്കി വെച്ചതിന് ശേഷം കുറേ മാസങ്ങളോളം നമുക്ക് ഒരു വർഷത്തേക്കിന് വരെ 2-3 വർഷം എത്ര വർഷത്തേക്കിന് വരെ നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് നമുക്ക് വേണ്ടിയപ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ലേസോ ചിപ്സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചിപ്സ് നമ്മൾ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഒരു കടായി എടുക്കാം. കടായിലോട്ട് ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് കുറേശ്ശെ ആഡ് ചെയ്ത് ആവശ്യമനുസരിച്ച് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോറും കൊണ്ട് ബാക്കി വന്ന ചോറും കൊണ്ട് നമ്മുടെ അടിപൊളി ഒരു സ്പ്രിങ്കിൾസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ പുറമിൽ നിന്ന് ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ളൊരു കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി കുട്ടികൾക്ക് കൊടുക്കാറില്ലേ, അതിലും ഭേദം നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി സംഭവം വീട്ടിൽ തന്നെ തയ്യാറാക്കി നിങ്ങൾ കുട്ടികൾക്ക് 4 മണിക്കോ ടിഫിനിലൊക്കെ പാക്ക് ചെയ്തൊന്ന് കൊടുത്തു നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ
ഇതാ ബാക്കി വന്ന ചോറും കൊണ്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു അടിപൊളി സംഭവം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വെറുതെ ഈ ചോറൊന്നും ആക്കി വന്നിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കി വെച്ചോളൂ. നിങ്ങൾക്ക് ധാരാളം വർഷങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.